നിങ്ങൾ ചിന്തിക്കുന്നെങ്കിൽ നിങ്ങൾ പ്രാണായാമം നിങ്ങൾക്ക് കറക്റ്റായിട്ട് ചെയ്യാനും പറ്റില്ല. അപ്പം ഈ ഒരു പ്രക്രിയ ചെയ്യുമ്പോൾ പ്രാണശക്തി നമ്മുടെ ഉള്ളിൽ മൂലാധാര ചക്രത്തിൽ നിന്നും അതങ്ങനെ കുണ്ടലിനി ചക്രം, കുണ്ടലിനി എന്ന് പറഞ്ഞാൽ ഉള്ളിലങ്ങനെ കുണ്ടലീനം ചെയ്തിരിക്കുന്ന ശക്തിയാണ് കുണ്ടലിനി ശക്തി. കുണ്ടലീനം ചെയ്തിരിക്കുക പറഞ്ഞാൽ അടിയിലങ്ങനെ കോയിൽ പോലെ കിടക്കുന്നൊരു ശക്തി. ഈ പ്രാണശക്തി നമ്മൾ ഈ സാധന ചെയ്യുമ്പോൾ അത് ക്രമേണ മുകളിലേക്ക് പൊങ്ങി വരുമ്പോൾ, പൊങ്ങി വരുന്തോറും മനസ്സിൻ്റെ ലയം കൂടി വരും, ചിന്തകളുടെ തള്ളിക്കയറ്റം കുറയും. അപ്പം ഇവിടെ മനസ്സിനെ ലയിപ്പിക്കണമെങ്കിൽ നമ്മുടെ മനസ്സിനെ അസ്വസ്ഥപ്പെടുത്തുന്ന ചിന്തകളെ ഒന്ന് മാറ്റി നിർത്തുകയും വേണം. ഏതെങ്കിലും ഒരു കാര്യത്തിൽ മനസ്സിനെ ഉറപ്പിക്കുകയും വേണം. അതുകൊണ്ട് പ്രാണായാമം മനസ്സിനെ ലയിപ്പിക്കാൻ അവശ്യം ചെയ്യേണ്ട ഒരു സാധനയാണ്. അപ്പം അതിലൂടെ പ്രാണശക്തി പൊങ്ങി വരും എന്ന് മാത്രമല്ല, മനസ്സിൻ്റെ ലയം തീവ്രമാകും എന്ന് മാത്രമല്ല, നാം നമ്മുടെ ഈ ശരീരത്തിൽ നിന്നുള്ള യാത്രയ്ക്കൊരു, ഈ ശരീരത്തിനെ എന്താ പറയുക, പാകപ്പെടുത്തും കൂടിയാണ്. കാരണം പ്രാണശക്തി മുകളിലേക്ക് ഉയരുന്തോറും, പ്രാണശക്തി മുകളിലേക്ക് ഉയരുന്തോറും മുകളിലൂടെയാണ് പ്രാണൻ അവസാനം പോകേണ്ടത്. ആ വഴികളെല്ലാം വളരെ ക്ലീനായി കടന്നോളും. അപ്പം മരണം അങ്ങനെയുള്ളവർക്കൊരു ട്രാജഡി ആവില്ല. ഈ മരണം ദുരന്തമായി തീരുന്നത് താഴോട്ടുള്ള പ്രാണശക്തിയുടെ വലിവ് കൂടുതലും അത് മുകളിലേക്ക് വേണ്ട ശക്തിയിൽ പോവാതിരിക്കുമ്പോൾ അവരുടെ പ്രാണനൊരു വലിയ പിടിവലിയിലാണ്. മുകളിലേക്ക് പോവുകയും വേണം, താഴെ നിന്നിട്ട് വിടാനും പറ്റില്ല. കാരണം ആ മനസ്സ് അങ്ങനെ ഭോഗചിന്തകൾ അതിനെ ഈ ശരീരം വിട്ടുപോകാൻ സമ്മതിക്കില്ല. അതുകൊണ്ട് ഇത്തരം ഒരു മാനസിക സംഘർഷങ്ങൾ വരുന്നവർക്ക് കോമയിലും മറ്റും കിടക്കേണ്ടതുണ്ട്. എനിക്ക് തോന്നുന്നു മരണം പോലും ഒരു പ്രാക്ടീസ് ചെയ്യണം ആളുകൾ, എങ്ങനെ നമുക്ക് കിടക്കാതെ മരിക്കുക എന്നുള്ളത്. ഇതൊരു പ്രാക്ടീസാണ്. ശരിക്കും പറഞ്ഞാൽ ആർട്ട് ഓഫ് ഡെത്ത്. നമ്മൾ ഡെയിലി അതിനു വേണ്ടിയിട്ട് നിങ്ങൾ ചാവാൻ വേണ്ടിയിട്ട് കയറിട്ട് നോക്കല്ല. നീ അങ്ങനെ വിചാരിക്കരുത്, നിങ്ങൾ ആർട്ട് ഓഫ് ഡെത്ത് ഞാൻ എന്ന് മുതൽ ശീലിക്കുകയാണെന്ന്. ഒരു കയറൊക്കെ കെട്ടിയിട്ട് എങ്ങനെ ചാടാൻ പറ്റുന്നു. പണ്ട് ആത്മഹത്യ ആരോ ക്ലാസ് എടുത്ത് കൊടുക്കുകയാണ്. ആത്മഹത്യ ചെയ്യരുതെന്ന് പറയാൻ വേണ്ടിയിട്ട് ആത്മഹത്യ ഇയാൾ റിഹേഴ്സലായി കാണിച്ചു കൊടുത്തു. കയറൊക്കെ കെട്ടിയിട്ട് ഇയാൾ ഒറ്റ കയറ് എന്താ പറഞ്ഞു കഴുത്തിലൊക്കെ ഇട്ടിട്ട് ഇത് ഡെമോൺസ്ട്രേഷൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. താഴെയുള്ളവരോട് പറഞ്ഞു, എങ്ങനെയാണ് ആത്മഹത്യ ചെയ്യുമ്പോൾ ഒരാളെ തൂങ്ങാന്ന് ഞാൻ പറഞ്ഞുതരാൻ. ഒരു സ്റ്റൂളിൻ്റെ മുകളിൽ കയറി ഇയാൾ കയറൊക്കെ കെട്ടി, മുകളിലൊക്കെ കെട്ടി, കഴുത്തിലൊക്കെ കെട്ടി. മറ്റൊരുത്തരോട് പറഞ്ഞു, നീ ചെയർ ഇത് വലിച്ചോളാൻ, സ്റ്റൂള് വലിച്ചോളാൻ. പിന്നെ വലിച്ചപ്പോഴാണ് അയാൾ ഇങ്ങനെ പടയണത് കണ്ടു. അപ്പം കുട്ടികളൊക്കെ ചോദിക്കുന്നുണ്ട്, സാർ ഇങ്ങനെയാണോ പിടയേണ്ടതെന്ന്. പിന്നെ നോക്കും പിടച്ചിൽ നിന്നു. പിന്നെ സാറെന്ന് വിളിച്ചിട്ട് സാറപ്പോഴേക്കും സ്ഥലം വിട്ടുപോയി. ഈ തരത്തിൽ നമ്മൾ പ്രാണനെ മുകളിലേക്ക് വലിച്ച് പരിശീലിക്കുമ്പോൾ മരിക്കാൻ വേണ്ടിയിട്ടല്ല, മരണസമയത്ത് പോലും നമുക്ക് ഈ പ്രാക്ടീസ് വലിയൊരു സഹായകമായി തീരും. അപ്പോൾ ഡെയിലി കുറച്ച് നേരം എന്ത് ചെയ്യണം? പ്രാണായാമം ചെയ്യണം. അപ്പോൾ പ്രാണായാമം ചെയ്യണമെങ്കിൽ വേറൊരു കുഴപ്പമുണ്ട്. നമ്മുടെ ഈ സൂര്യനാഡിയും ചന്ദ്രനാഡിയും കടന്നു പോകുന്ന രണ്ട് മൂക്കും തുറക്കണം. അത് അടഞ്ഞു കിടന്നിട്ട് മൂക്ക് രണ്ടും ജലദോഷം പിടിച്ചിട്ട് അടഞ്ഞിട്ട് പ്രാണായാമം ചെയ്യാൻ പറഞ്ഞിട്ട് എന്ത് ചെയ്യാനാ? ഓങ്ങോങ്ങോ എന്ന് പറയുന്ന ഒരാളോട് മൂക്ക് രണ്ടും അടഞ്ഞിരിക്കുന്ന ഒന്നും വരുന്നില്ല എന്ന്, ഇത് വരണമെങ്കിൽ അത് രണ്ടും തുറക്കണം. അപ്പം അത് തുറക്കണം എന്നുണ്ടെങ്കിൽ കുറച്ചു നേരം നടക്കുകയോ യോഗയോ അങ്ങനെയുള്ള എക്സസൈസുകളൊക്കെ ചെയ്യണം, അത്രയേ ഉള്ളൂ. അപ്പം മൂക്ക് രണ്ടും തുറന്നു കഴിഞ്ഞാൽ പ്രാണൻ ഒരു മൂക്കിലൂടെ എടുത്ത് രണ്ടാമത്തെ ഒരു മൂക്കിലൂടെ വിട്ട് മറ്റേ മൂക്കിലൂടെ എടുത്ത് ഇങ്ങനെ അനുലോമ വിലോമ പ്രാണായാമം എന്നൊക്കെ പറയും.
ഇതൊക്കെ ഡെയിലി ചെയ്യുമ്പോഴുണ്ടല്ലോ, ഇപ്പോൾ കണ്ടുപിടിച്ചിരിക്കുന്ന ഒരു കാര്യം വെച്ചാൽ പ്രാണായാമം ചെയ്യുന്ന ആളുകളിൽ മെൻ്റൽ സ്ട്രെസ്സ് വളരെ കുറവാണ്. അപ്പം ഈ മെൻ്റൽ സ്ട്രെസ്സ് ഈ സ്വഭാവത്തിലുണ്ടല്ലോ വളരെ റെസ്റ്റ്ലെസ് ആവുന്ന ആളുകളെ മനസ്സിലാക്കിക്കൊള്ളണം. മനസ്സ് അവരുടെ കൺട്രോളിൽ അല്ല. അവരും മനസ്സിട്ട് യാതൊരു ബന്ധവുമില്ല. എന്തുകൊണ്ട് മനസ്സ് കൺട്രോളില്ലാത്ത? പ്രാക്ടീസ് ഇല്ല എന്ന് മനസ്സിലാക്കണം. അപ്പോൾ ഡെയിലി നമ്മൾ കുറച്ചു നേരം മനസ്സിനെ ലയിപ്പിച്ച് പരിശീലിക്കുമ്പോൾ ഈ മനസ്സും പ്രാണനും അങ്ങോട്ട് അലിഞ്ഞു ചേരുമ്പോൾ മനസ്സിൻ്റെ സ്വസ്ഥത വളരെ കൂടി വരും. മനസ്സിൻ്റെ ഏകാഗ്രതയൊക്കെ കൂടും. അതുകൊണ്ടാണ് കുറച്ച് നേരത്തേക്ക് ഡെയിലി സമയം ഈ പ്രാണായാമം ചെയ്യുന്നതിന് മുമ്പ് മൂക്ക് രണ്ടും തുറക്കണം. എങ്ങനെയാണ് മൂക്ക് രണ്ടും തുറക്കുക? മൂക്ക് രണ്ടും തുറക്കുക എന്ന് പറഞ്ഞാൽ വല്ല സാധനം തുറക്കുന്ന പോലെയാണോ അത്? അപ്പം അതിൻ്റെ അടച്ചിരിക്കുന്ന അവസ്ഥ മാറ്റണമെങ്കിൽ ശാരീരികമായി നമ്മളൊന്ന് ഇളകൊക്കെ വേണം. അപ്പം ശരിക്കും പറഞ്ഞാൽ മൂക്ക് രണ്ടും തുറന്ന് കുറച്ചു നേരം പ്രാണായാമം ചെയ്ത് മനസ്സിൻ്റെ ആ ഒരു ലയത്തിൻ്റെ സുഖം കാണുമ്പോൾ നമുക്ക് അറ്റ്ലീസ്റ്റ് ഇത്രയെങ്കിലും പഠിക്കാൻ പറ്റും, മനസ്സിനെ ലയിപ്പിക്കാൻ സാധിക്കും. ഇനി അടുത്തതാണ്, അവിടെ കൊണ്ട് നിൽക്കരുത്. എന്ത് ചെയ്യണം? മനസ്സ് ലയിച്ചാലും അതൊരു സസ്പെൻഷൻ ആണ്. മനസ്സിനെ നമ്മൾ തൽക്കാലത്തേക്കുന്നൊരു സപ്രസ്ഡ് സസ്പെൻഷനാണ്. അതിൻ്റെ വാസനകൾക്ക് യാതൊന്നും സംഭവിച്ചിട്ടില്ല. അപ്പം അതുകൊണ്ട് ഇനി നമ്മൾ അതിനെ ലയിപ്പിക്കേണ്ടത് പ്രാണനിൽ ലയിപ്പിച്ചാൽ, ശ്രദ്ധിച്ച് മനസ്സിലാക്കണേ, പ്രാണനിൽ ലയിപ്പിക്കുന്നത് ഒരുതരം ലഹരി ഉപയോഗിച്ച് ലയിപ്പിക്കുന്ന പോലെയാണ്. പ്രാണായാമത്തിലുള്ള ലയം ശരിക്കും പറഞ്ഞാൽ പൂർണ്ണമല്ല. അതുകൊണ്ടാണ് വെറും യോഗ പോരാ, അടുത്തത് വരണം. ഏതാണ്? ചിന്തയിൽ ലയിപ്പിക്കണം. അതാണ് നാമത്തിൽ അല്ലെങ്കിൽ മന്ത്രത്തിൽ ലയിപ്പിക്കണം. അപ്പം എന്തിനാ മന്ത്രത്തിൽ ലയിപ്പിക്കുന്നത്? മന്ത്രത്തിൽ ലയിപ്പിക്കുമ്പോഴാണ്, ശ്രദ്ധിക്കണം, മനസ്സെന്ന് പറയുന്നത് തന്നെ ചിന്തകളാണ്. അപ്പോൾ ഒരു ചിന്തയിൽ ലയിക്കുമ്പോൾ അതിൻ്റെ തീവ്രതയും ആഴവും കൂടുമ്പോൾ പഴയ വാസനകളിൽ ലയിക്കാനുള്ള അതിൻ്റെ തീവ്രതയും ശക്തിയും കുറഞ്ഞു വരും. ഇങ്ങനെ ആദ്യം പ്രാണനിലും 2 പ്രണവത്തിലും അല്ലെങ്കിൽ മന്ത്രത്തിലും അത് മനസ്സിനെ നമ്മൾ ലയിപ്പിക്കാൻ പഠിപ്പിക്കുക. അപ്പം ഈ ഒരു വാക്ക് വളരെ പ്രധാനമാണ്. മനസ്സിൻ്റെ ലയത്തിനാണ് പ്രാധാന്യമെങ്കിൽ ആത്മസുഖത്തെക്കുറിച്ച് നിങ്ങൾക്ക് വളരെ വ്യക്തമായി മനസ്സിലാവും. ഇന്ന് ആത്മീയതയിൽ മനോലയത്തിനല്ല ആളുകൾ പ്രാധാന്യം കൊടുക്കുന്നത്, അന്ധമായി ചൊല്ലുന്നതും ചെയ്യുന്നതും ആവർത്തി. ഇപ്പം പ്രാണായാമം ചെയ്യുന്നവരും ആസ്വദിച്ച് ചെയ്യണമെന്നില്ല. അവർ എന്താ പറയുക, സമയത്തിനനുസരിച്ച് കുറേ വലിക്കണു, അത് തീർന്നു. അത് കഴിഞ്ഞ് പ്രണവമൊക്കെ ഒരു ചടങ്ങ് പോലെ ചെയ്യും. മനസ്സും അതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അപ്പം നമ്മളുടെ ലക്ഷ്യം എന്താണ്? പ്രാണായാമം ചെയ്താലും പ്രണവമന്ത്രം ജപിച്ചാലും നമ്മളതിൽ മുഴുകിച്ചേരുക. അപ്പം ആ ഒരു സുഖം, ആസ്വാദനം കൂട്ടുക. ഈ ആസ്വാദനം, ഈ ഒരു സുഖം, ഈ ഒരു രസം വർദ്ധിപ്പിക്കുമ്പോൾ ഇതിൻ്റെ തീവ്രത നമ്മുടെ സിരകളിലേക്ക് പടർന്നു പിടിച്ചാൽ നേരത്തെ പറഞ്ഞ ലൗകിക സുഖത്തിൻ്റെ തീവ്രത കുറയും. അപ്പോൾ പിന്നെ നമുക്ക് ലൗകിക സുഖം അനുഭവിക്കാനാവില്ല. ഇനി നമ്മൾ വരുന്നത് ഏതിനായിരിക്കും? ഈ ആത്മസുഖം കൂടുതൽ അനുഭവിക്കാൻ വരും. അതല്ലേ കുറേയും കൂടി നല്ലത്. അപ്പം നോക്കൂ, നമ്മുടെ പൂർണ്ണമായി നമ്മുടെ ഡെസ്റ്റിനി, വിധിയെ നമ്മൾ മാറ്റിയെടുത്തു. ഈ തരത്തിലൊരു വലിയ പരിവർത്തനം വരുത്താൻ നമുക്ക് സ്വയം സാധിക്കും. അതിനെന്ത് വേണം? ഈ പറഞ്ഞ പ്രാണായാമവും പ്രണവും ഒക്കെ പരിശീലിച്ച് അതിലങ്ങനെ മുഴുകി, ആ മുഴുകുന്നതിൽ നമുക്ക് ബോറടി ഉണ്ടാവരുത്. ഇപ്പം നിങ്ങൾ ഒരു പ്രേരണയുമില്ലാതെ, ഇനിയിപ്പം നിങ്ങൾ കൈവച്ചിട്ട് മൂക്കിൽ ശ്വാസം വലിച്ചില്ലെങ്കിലും നിവർന്നിരുന്ന് ശ്വാസം അങ്ങനെ തലച്ചോറിലേക്കെടുത്ത് തലയിലേക്കെടുത്ത്
എല്ലാം റിലാക്സ് ചെയ്ത് മനസ്സങ്ങനെ ലൂസ് ചെയ്ത് അങ്ങനെ ഒരു കുറച്ചു നേരം ആത്മസുഖത്തിൽ അങ്ങനെ മുഴുകി, അങ്ങനെ കുറേ നേരം ഇങ്ങനെ പ്രാണനെ എടുത്തും പ്രാണനെ വിട്ടും മനസ്സിനെ ലയിപ്പിച്ച് ഓങ്കാരം ചൊല്ലി അതിൽ ലയിച്ച് ഇങ്ങനെ നമ്മൾ നിരന്തര പരിശീലനത്തിലൂടെ ഈ മനസ്സിന് ആത്മസുഖത്തെ കണ്ടെത്താൻ കഴിയും എന്ന സത്യം നമുക്ക് മനസ്സിൽ ഉറയ്ക്കുന്നത് വരെ ഇത് ചെയ്തുകൊണ്ടേയിരിക്കുക. ആത്മസുഖത്തിൻ്റെ രസം മനസ്സിൽ ഉറയ്ക്കുന്നത് വരെ ഇത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ക്രമേണ നമുക്ക് മനസ്സിലായി ഉള്ളിൽ വലിയൊരു ആത്മസുഖം ഉണ്ടെന്ന്. ഇത് എന്താ നിങ്ങളോടൊക്കെ പറയുമ്പോൾ ഒരു വിഷമം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതൊക്കെ ഒരു 10, 30, 40 വയസ്സുള്ള സമയത്ത് മനുഷ്യൻ ചെയ്തിരുന്നെങ്കിൽ ഒരു 60 വയസ്സിൻ്റെ ഉള്ളിൽ റിട്ടയർമെൻ്റൊക്കെ കഴിഞ്ഞ് അവർ നേരെ ഈ ഒരു അനുഭവിച്ച ആത്മസുഖത്തെ അനുഭവിക്കാൻ വേണ്ടി പരിശ്രമിക്കുമായിരുന്നു. പക്ഷേ ഇതൊന്നും ആരും പഠിക്കുന്നുമില്ല, മനസ്സിലാക്കുന്നുമില്ല. ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ ആകെ ഡിസ്റ്റർബ്ഡ് ആയിട്ടായിരിക്കും ഇതൊക്കെ ചെയ്യുന്നത്. ചടങ്ങ് പോലെ ഇതൊക്കെ ചെയ്യും. അപ്പം നമ്മൾ ചടങ്ങ് പോലെ ഒരു സാധനയും ചെയ്യരുത്, ചെയ്തിട്ടൊട്ട് കാര്യമില്ല. മനസ്സിലാവുണ്ടല്ലോ? വീണ്ടും ശ്രദ്ധിക്കുക നിങ്ങൾ. അപ്പം ഈ പ്രാണനിൽ മനസ്സ് ലയിക്കുമ്പോൾ വാസനാക്ഷയം വരില്ല. നാമത്തിൽ മനസ്സ് ലയിക്കുമ്പോൾ മാത്രമേ ഏത് വരുള്ളൂ? വാസനാക്ഷയം വരുള്ളൂ. ഇങ്ങനെ വാസനാക്ഷയം വന്ന് ആത്മസുഖത്തിൽ നിന്നാൽ വേറൊരു കുഴപ്പം കൂടിയുണ്ട്. അവിടെയാണ് അടുത്ത പ്രശ്നം കയറി വരിക. ഈ സുഖത്തെ അനുഭവിക്കുന്ന അഭിമാനം കട്ടിപിടിക്കും. ആരാ അനുഭവിക്കുന്നത്? ഞാൻ. അതുകൊണ്ടാണ് എൻ്റെ ആ സുഖത്തിന് ആരെങ്കിലും ഭംഗം വരുത്തിയാൽ അപ്പോഴും സ്വഭാവത്തിന് പ്രശ്നം വന്നു. അപ്പം എന്തു വേണം? അവിടെയാണ് അടുത്ത തലം വേണ്ടത്. ഈ ഞാൻ അല്ല ഈ സുഖത്തിൻ്റെ പിന്നിലുള്ളത്. ഞാനിത് പരിശീലിക്കുന്നതിന് കാരണം എനിക്ക് ഈ പ്രാണനിൽ ലയിക്കാനും നാമത്തിൽ ലയിക്കാനൊക്കെ ശക്തി തരുന്നത് ആരാണ്? ബോധമാണ്. ഞാൻ പോലും ആ ബോധത്തിൻ്റെ ഒരു അംശമാണെങ്കിൽ മൂന്നാമത്തെ ഒരു തലമുണ്ട്, പൂർണ്ണമായ അർപ്പണം. അവനവനെ തന്നെ അർപ്പിക്കുന്നൊരു ഘട്ടം. അപ്പം ഈ 3 പ്രക്രിയയിലൂടെ നമ്മളൊന്ന് പോയി നോക്കൂ. ഒന്നാമത്തത് പ്രാണായാമം, 2 പ്രണവം, 3 ആത്മസമർപ്പണം. ഇതങ്ങനെ ഡെയിലി നമ്മൾ പരിശീലിച്ച് മനസ്സിൻ്റെ ലയവും മനസ്സിൻ്റെ നാമലയവും മനസ്സിനെ പരിപൂർണമായി ബോധത്തിലാണെന്ന് മനസ്സിലാക്കിക്കൊണ്ടുള്ള ബോധലയവും ഇതൊക്കെ നമുക്കൊരാൾക്ക് പരിശീലിച്ച് പ്രാപ്തമാക്കാൻ സാധിച്ചാൽ അവർക്ക് പറയാൻ സാധിക്കും, ഞാൻ എവിടെ നിന്നാണോ വന്നിരിക്കുന്നത് അങ്ങോട്ട് തന്നെയാണ് എത്തുന്നത്. തൻ്റെ ലക്ഷ്യം തൻ്റെ ബോധമാണെന്നും ഈ ലക്ഷ്യത്തിൽ നിന്നാണ് താൻ വന്നിരിക്കുന്നതെന്നും തിരിച്ച് ഇതേ ലക്ഷ്യത്തിലേക്ക് തന്നെയാണ് ഇപ്പം ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നതെന്നുള്ള ഒരു കൺവിക്ഷൻ ആ ആളുകൾക്ക് ഉണ്ടാവും. അതുകൊണ്ട് ഒന്നുകൂടി ഞാൻ പറയാം, പ്രാണായാമവും പ്രണവവും ചൊല്ലിക്കൊണ്ട് തലയിലെ ഭാരം കുറച്ചേക്കണം. എന്താ തലയിലെ ഭാരം? എന്താ തലയിലെ ഭാരം? മുടിയാണോ? തലയിലെ ഭാരം എന്താ? പല്ലാണോ? ഒരുപാട് ആവശ്യമില്ലാത്ത ചിന്തകൾ. നിങ്ങൾ സ്വപ്നം കാണുന്ന ചിന്തകളൊക്കെ ആവശ്യമുള്ളതാണോ? ഇപ്പം നിങ്ങൾ വെറുതെ ഉത്കണ്ഠപ്പെടുന്നു, പേടിക്കുന്നു, അസ്വസ്ഥനാവുന്നു, ഇതൊക്കെ നിങ്ങൾക്ക് ആവശ്യമുള്ള ചിന്തകളാ? നിങ്ങളൊന്ന് സ്വസ്ഥമായിട്ടിരുന്ന് ആലോചിച്ച്, ഒരു ദിവസം ആവശ്യമുള്ള ചിന്തകളായിരിക്കുമോ കൂടുതൽ ആവശ്യമില്ലാത്തതായിരിക്കുമോ? എന്തൊരു ധൈര്യത്തിലാണ് നിങ്ങൾ പറയണത് നോക്കൂ. ഒരു ദിവസം നമ്മൾ കൂടുതൽ ചിന്തിക്കുന്നത് ആവശ്യമുള്ള ചിന്തകളാണോ ആവശ്യമില്ലാത്തതാണോ? പറയൂ. ആവശ്യമില്ലാത്ത കാര്യമാണ്. പലപ്പോഴും നമ്മൾ മറ്റുള്ള ആളുകളോട് ഇടപഴകുമ്പോൾ ആ ആളുകളോട് കുറേ വർത്തമാനം പറയും.
കുറേ ചോദ്യങ്ങളൊക്കെ നമ്മൾ ചോദിച്ചു തരും, നിങ്ങളെവിടെ നിന്ന്, എന്ത് കാര്യം, എന്തൊക്കെയാണെന്നൊക്കെ. പിന്നെ നിങ്ങൾ അവരെ എനിക്ക് വരെ നേരത്തെ അറിയാട്ടോ, പണ്ട് ഞാൻ പരിചയപ്പെട്ടിട്ടുണ്ട്, ഇത് നിങ്ങൾ വേറൊരാളോട് പറയുന്നു അവരെക്കുറിച്ച്. ആ ചിന്ത ആവശ്യമുണ്ടായിരുന്നോ? ഒരാളെ കണ്ടു, സംസാരിച്ചു, കഴിഞ്ഞു. ഇനി അയാളെ ഏറ്റിക്കൊണ്ട് നടക്കേണ്ട കാര്യമില്ല. നമ്മൾ എന്ത് ചെയ്യുന്നു? അത് 10 ആളോടുകൂടി പറയുമ്പോഴേ നമുക്കൊരു സമാധാനമുള്ളൂ. അപ്പം ഇങ്ങനെ മനസ്സെന്ന് പറയുന്നത് കുറേ ആവശ്യമുള്ളതിനേക്കാൾ കൂടുതൽ ആവശ്യമില്ലാത്തതാണ് ചിന്തിച്ചു കൂട്ടുന്നത്. ശരിയാണോ? നിങ്ങളിരുന്ന് ആലോചിച്ച് നോക്കും, നിങ്ങൾക്കിത് കാണാൻ പറ്റും. നിങ്ങളൊരു പച്ചക്കറി നുറുക്കുന്നുവെങ്കിൽ നിങ്ങളിങ്ങനെ ആലോചിക്കുന്നത്, ഇതിൻ്റെ തോല് ഇപ്പം എന്തിനാ ഉപയോഗിക്കുക? തോല് കൊണ്ട് എന്തെങ്കിലും പറ്റുമോ? അപ്പോഴാണ് ആരോ പറഞ്ഞ തോല് കൊണ്ട് അച്ചാറിടുക എന്നുള്ളത്. അപ്പോൾ പച്ചക്കറിയുടെ തോല് കൊണ്ട് നിങ്ങൾ അച്ചാറിട്ടേക്ക്, എന്നാൽ പിന്നെ അച്ചാർ ഉപയോഗിക്കാമല്ലോ എന്നുള്ളത്. ഈ സമയത്ത് നിങ്ങളുടെ മനസ്സ് മുഴുവൻ ആരെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്? അച്ചാറിനെ കുറിച്ച് ചിന്തിക്കുകയാണ്. എന്നിട്ട് നിങ്ങൾ അച്ചാറൊക്കെ ഇട്ടു. അപ്പം നിങ്ങളുടെ മനസ്സ് പറയണത് നല്ല അച്ചാറാണെന്നാണ്. ഇത് നിങ്ങളുടെ മക്കളൊക്കെ വന്നു, അവർക്കൊക്കെ കൊടുത്തു. അവർ നോക്കുമ്പം ഒരു വൃത്തികെട്ട അച്ചാറ്, ഒരു വസ്തുവിനും കൊള്ളില്ല, അവരുടെ ടേസ്റ്റിന് പറ്റിയില്ല. അപ്പോൾ അവർ നിങ്ങളോട് കമൻറ്റ് പറയുന്നത് ഒട്ടും നന്നായില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് സമാധാനമാവോ? നിങ്ങൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയത് നിങ്ങളുടെ മുഖത്ത് നോക്കി നന്നായിട്ടില്ല എന്ന് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും? ഒന്നും വേണ്ട, അച്ചാറ് വിട്ടോളൂ. വീട്ടിൽ തന്നെ സാധാരണ രീതിയിൽ നിങ്ങൾ ദോശ ചുടുന്നു ഇരിക്കുക, മാവാണെങ്കിൽ ഒരിക്കലും കല്ലിനോട് സഹകരിക്കണില്ല. കഷ്ടപ്പെട്ടിട്ട് എങ്ങനെയെങ്കിലുമൊക്കെ ചുട്ടെടുത്ത് നിങ്ങൾ ഭർത്താവിനോ അമ്മായിയമ്മയ്ക്കോ കൊണ്ടു കൊടുക്കുമ്പോൾ അത് പറയാണ് എന്ത് വൃത്തികെട്ട ദോശ എന്ന്. അത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എന്താ തോന്നുക? ഒന്നും തോന്നില്ല. കഷ്ടപ്പെട്ടിട്ട് എത്രയോ മെനക്കെട്ടിട്ട് കിട്ടിയ സാധനമാണ്. എന്നിട്ടാണ് മുഖത്ത് നോക്കിയ ഒരു ഒറ്റയടി ഇത് എന്തിനു കൊള്ളാന്നുള്ളത്. ആ സമയത്ത് നിങ്ങൾക്ക് ആ മാവെടുത്തവർ മൂർദാവിൽ ഒഴിക്കാൻ തോന്നുമോ? കാരണം ഒരു നിമിഷത്തേക്ക് നമ്മുടെ മനസ്സിൽ നമുക്കിഷ്ടമില്ലാത്തൊരു കാര്യം, അല്ലെങ്കിൽ നമ്മൾ ഇത്രയും മെനക്കെട്ടിട്ട് ഒരു വേണ്ടാത്ത കമൻറ്റ് കേൾക്കാൻ നമുക്കത്ര ഇഷ്ടമുണ്ടാവില്ല. മനസ്സിലാവുണ്ടോ? മനുഷ്യൻ്റെ പ്രതികരണം അപ്പം വരും. അപ്പം ഇതെന്തുകൊണ്ടാണ് അങ്ങനെയൊക്കെ നമ്മൾ പ്രതികരിക്കാൻ തുടങ്ങണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ മനസ്സിൽ ഇത്തരം വികാരങ്ങളൊക്കെ, അതിൻ്റെ മുകളിൽ നിങ്ങൾ എത്ര പ്രാണായാമം ചെയ്താലും അതിങ്ങനെ മയക്കിക്കിടക്കുന്നല്ലാതെ ഒരിക്കലും ആ ചിന്തകളെ കെട്ടടക്കാൻ നമുക്കൊരിക്കലും സാധ്യമല്ല. അപ്പം 3 കാര്യങ്ങൾ നമുക്ക് വേണം. മനസ്സിൻ്റെ ലയം, ഇത് മറക്കരുത് നിങ്ങൾ, മനസ്സിൻ്റെ ലയമാണ് സുഖം. മനസ്സിനെ ലയിപ്പിക്കാൻ ഒരു പ്രക്രിയയാണ്. ആദ്യം പ്രാണൻ, പിന്നെ പ്രണവം. മനസ്സിനെ ലയിപ്പിക്കാനുള്ള പ്രക്രിയ. ഇനി ആദ്യം മനസ്സിനെ നിങ്ങൾ പ്രാണായാമത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ, ആ പ്രാണായാമത്തിൽ ശ്രദ്ധിക്കണം പറയണത്, എന്നാലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. വെറുതെ യാന്ത്രികമായി പ്രാണായാമം ചെയ്തിട്ട് കാര്യമില്ല. നമ്മുടെ ലക്ഷ്യം മനസ്സിലാക്കിക്കൊണ്ട് ചെയ്യണം. എന്താ ലക്ഷ്യം? എന്താ ലക്ഷ്യം? പ്രാണായാമം ചെയ്യലാണോ? മനസ്സിനെ ലയിപ്പിക്കലാണ് ലക്ഷ്യം. അപ്പോൾ ഓരോ പ്രാണനെ എടുക്കും തോറും അതിലൊക്കെ മനസ്സ് ലയിച്ചു ചേർന്ന് ഈ ഒരു സംസ്കാരം നമ്മളിൽ വരുമ്പോൾ, ഈ വാസനകളുടെയൊക്കെ സ്വാധീനം ഒന്ന് കുറയുമ്പോൾ, ഇനി എന്തു വേണം? വാസന സ്വാധീനിക്കാത്ത വിധത്തിൽ മനസ്സിനെ അടുത്ത ലയത്തിലേക്ക് കൊണ്ടുപോകണം. ഏതിലേക്ക്? മനസ്സെന്ന് പറഞ്ഞാൽ ചിന്തയാണ്. ചിന്തയെ ചിന്തയിലേക്ക് ലയിപ്പിക്കുക, അതാണ് നമ്മൾ പ്രണവോപാസന. അങ്ങനെ ചിന്തയെ ചിന്തയിലേക്ക് ലയിപ്പിച്ച് അർപ്പിച്ച് അങ്ങനെ നമ്മൾ പരിശീലിക്കുമ്പോൾ ഈ വാസനകളുടെ സ്വാധീന ശക്തി നമ്മുടെ ഉള്ളിൽ, വാസനകളുടെ സ്വാധീന ശക്തി കുറയുമ്പോൾ ഈ ജീവിതത്തിൽ തന്നെ നമുക്ക് മനസ്സിലാവും ജീവിതത്തെ പരിവർത്തനം വരുത്തിയെടുക്കാൻ നമുക്ക് സാധിക്കുന്നുള്ളത്. അപ്പം ഇത് തന്നെ മനസ്സിലാക്കാൻ പറ്റുന്നില്ലേ? ഒരു കൃത്യനിഷ്ഠയുടെ ഒരു എന്താ പറയുക, ശരിയായൊരു പരിശീലകന് മാത്രമേ ഇതെല്ലാം
സാധിക്കുള്ളൂ. ഇത് പരിശീലിക്കാതെ നിങ്ങൾക്കൊരിക്കലും ഈ പറയുന്നത് ബോധ്യമാവില്ല. കാര്യം നിങ്ങൾക്ക് മനസ്സിലാവും, പക്ഷെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കൃത്യനിഷ്ഠമായി അനുസരിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്നത് ഉറക്കെ പറയൂ ബോധ്യം വരും. അപ്പം അതുകൊണ്ട് ഇവിടെ ഈ പക്ഷീഗണം ഗരുഡനെ കണ്ടു, പക്ഷീഗണം ഗരുഡനെ കാണണം. പ്രാണായാമമാണ് പക്ഷീഗണം, ഗരുഡനാണ് മനസ്സ്. ആ പക്ഷി എപ്രകാരമാണോ ഗരുഡൻ പറന്നുയരുന്നത്, ഇതുപോലെ നമ്മളും മന്ത്രങ്ങളിലൂടെ വിഹായസിലേക്ക്, ബോധത്തിൻ്റെ വിഹായസിലേക്ക് പറന്നുയർന്ന് അതിലങ്ങനെ ലയിച്ച് ചേരണം. നിങ്ങൾ ഗരുഡനെ കണ്ടു കാണും, ചിറകൊക്കെ അങ്ങനെ വിരിച്ച് അന്തരീക്ഷത്തിൽ അങ്ങനെ ഈസി ആയിട്ട് അങ്ങനെ കറങ്ങുമ്പോൾ അതങ്ങനെ ഒരു സുഖത്തിൽ അങ്ങനെ അലിഞ്ഞു ചേരുകയാണ്. അതിനൊരു പരിഭ്രമോ പരാക്രമോ ഒന്നും ഇല്ല. ഇപ്രകാരം ഈ ഒരു ശ്ലോകത്തിലൂടെ ഇത് മനസ്സിലാക്കുക. അതുകൊണ്ട് ഇവിടെ പലപ്പോഴും നമ്മുടെ ഹിന്ദു സമൂഹത്തിൽ കാര്യങ്ങൾ വേണ്ട പോലെ മനസ്സിലാക്കാതെ പോകുന്നത് കൊണ്ടായിരിക്കാം മനസ്സ് പാകപ്പെടാതെ പോകുന്നത്. അന്ധമായി പൂജാമുറിയിലൊരു വിളക്ക് കൊളുത്തി വെറുതെ ചന്ദനത്തിന് കത്തിച്ച് ചടങ്ങ് പോലെ അച്യുതായ നമഃ, ഗോവിന്ദായ നമഃ, ഗോപാലായ നമഃ, നാരായണായ നമഃ, വാസുദേവായ നമഃ, മാധവായ നമഃ എന്നൊന്നും ജപിച്ചിട്ട് ഒരു കാര്യമില്ല. കുട്ടികൾ പ്രത്യേകിച്ചും ഇന്ന് അങ്ങനെയാണ് വളരുന്നത്. വെറുതെ അന്ധമായ ഒരു നാമജപത്തിലല്ല വേണ്ടത്. അതിന് പകരം നിങ്ങളെ കൊണ്ട് പറ്റുകയാണെങ്കിൽ എന്ത് പഠിപ്പിക്കണം? പ്രാണായാമവും പ്രണവോപാസനയും മനസ്സിനെ സമർപ്പിക്കുന്ന ആത്മസമർപ്പണ വിദ്യയും പഠിപ്പിക്കണം. അപ്പം ഈ ഒരു കാര്യം ചെയ്യുമ്പോൾ തന്നെ അവരുടെ മനസ്സ് അവരറിയാതെ സൂക്ഷ്മമാവാനും ഏകാഗ്രമാവാനും ചെയ്യുന്ന കാര്യത്തിൽ കോൺസെൻട്രേഷൻ കുട്ടികൾക്ക് വളരെ കൂടുതലായിരിക്കും. സത്യത്തിൽ ഇന്നത്തെ എല്ലാ സ്കൂൾ കുട്ടികളെയും ഓരോ ക്ലാസ്സിന് മുമ്പിലും അധ്യാപകർ ഇത്രയും ചെയ്തിട്ടുണ്ടെങ്കിൽ അവരുടെ മനസ്സിൻ്റെ ഏകാഗ്രത വളരെ കൂടുതലായിരിക്കും. സത്യത്തിൽ ശ്രദ്ധിക്കണേ ഞാൻ പറയണത്. ഇന്ന് ഒരു ക്ലാസ് കഴിഞ്ഞിട്ട് അടുത്ത ക്ലാസ്, അങ്ങനെയാണല്ലോ സ്കൂളിൽ 7 പീരീഡ് 8 പീരീഡൊക്കെ അല്ലേ. അപ്പോൾ ഒരു പീരീഡ് കഴിഞ്ഞിട്ട് അടുത്ത പീരീഡിലേക്ക് പോകുമ്പോൾ പലപ്പോഴും മൈൻഡ് റീഫ്രഷ് ചെയ്യാതെ ആയിരിക്കും കുട്ടികൾ ക്ലാസ്സിലിരിക്കുന്നത്. എന്ന് വെച്ചാൽ ആദ്യത്തെ ക്ലാസ്സിൻ്റെ ഹാങ് ഓവറിലായിരിക്കും അടുത്ത ക്ലാസ്. ഒക്കെ എത്ര വിവരക്കേടായി ടീച്ചർമാർ കാണിക്കണം എന്നുള്ളത്. ഇപ്പോൾ ചില ക്ലാസ്സുകൾ നമുക്ക് വളരെ ബോറടിക്കുന്ന ക്ലാസ് ഉണ്ടാവും. മാത്സ്, സയൻസ്, ഹിസ്റ്ററി. ഈ ബോറടിക്കുന്ന ക്ലാസ്സിൽ നിന്ന് വീണ്ടും അടുത്തൊരു ക്ലാസ്സും ബോറടിക്കുകയാണെങ്കിൽ ആ കുട്ടിയുടെ തലയിലേക്ക് അതൊന്നും പോവില്ല. അപ്പം എഡ്യൂക്കേഷൻ്റെ ആദ്യത്തെ ഭാഗമാണ് പഠിക്കുന്നത് കുട്ടിയുടെ തലയിലേക്ക് കയറണമെന്നുണ്ടെങ്കിൽ കുട്ടിയുടെ മനസ്സിന് നല്ല ശ്രദ്ധ അഥവാ ഏകാഗ്രത വേണം. അപ്പം ശ്രദ്ധയും ഏകാഗ്രതയും ഉണ്ടാവണമെങ്കിൽ കഴിഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് കുട്ടി ഒരിക്കലും ക്ലാസ്സിലിരുന്ന് ഓർക്കരുത്. അപ്പം അവിടെ പഠിപ്പിക്കുന്നതിലേക്ക് തന്നെ ശ്രദ്ധ വരണം എന്നുണ്ടെങ്കിൽ ഈ പ്രാണായാമവും പ്രണവവും മനസ്സിനെ പ്രസൻറ്റിൽ പിടിച്ചു നിർത്തും. എവിടെയാണ്? പ്രസൻറ്റിൽ. നിങ്ങൾ നോക്കൂ, നിങ്ങൾക്ക് പ്രാണായാമം ചെയ്യുമ്പോൾ പാസ്റ്റ് ചിന്തിക്കാൻ പറ്റില്ല. നിങ്ങളിങ്ങനെ പ്രണവത്തിലങ്ങനെ മുഴുകിയിരിക്കുമ്പോൾ നിങ്ങൾക്ക് പാസ്റ്റിനെ കുറിച്ചോ ഫ്യൂച്ചറിനെ കുറിച്ചോ ചിന്തിക്കാൻ പറ്റില്ല. അപ്പോഴത് എവിടെ ഉണ്ടാവും? മനസ്സ് എവിടെ കിടക്കും? ഈ പ്രസൻറ്റിൽ കിടക്കും. പ്രസൻറ്റിലിരിക്കുന്ന മനസ്സിൻ്റെ ശ്രദ്ധ കൂടുതലായിരിക്കും. അങ്ങനെയുള്ളവരോട് എന്ത് പറഞ്ഞു കൊടുത്താലും പെട്ടെന്ന് അവർക്ക് ഗ്രാസ്പിംഗ് പവർ ഉണ്ടാകും. ഇതല്ലേ അധ്യാപകർ ചെയ്യേണ്ടത്? പറയൂ. ഹിന്ദുമതം ഒരു പടിയും കൂടി കടന്നിട്ട് പറയാണ്, നമ്മുടെ മനസ്സ് പ്രസൻറ്റിൽ മാത്രം ഇരുന്നാൽ പോരാ, പ്രസൻറ്റ് ഉണ്ടാവുന്നത് പ്രസൻസിൽ നിന്നാണ്. പ്രസൻറ്റ് ഉണ്ടാവുന്നത് ബോധത്തിൻ്റെ പ്രസൻസിലാണ്. അപ്പം നമുക്ക് പ്രസൻറ്റിൽ നിന്നും ഏതിലേക്ക് വരണം? പ്രസൻസിലേക്ക് വരണമെങ്കിൽ അവിടെയാണ് ആത്മസമർപ്പണം വരുന്നത്. അപ്പം അവനവനെ സമർപ്പിച്ചുകൊണ്ട് മനസ്സ് നാമത്തിലേക്ക് അങ്ങനെ അലിഞ്ഞു ചേരുന്ന ഒരു അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ കൈവരിച്ചാൽ, പക്ഷീഗണം ഗരുഡനെ കണ്ടു കൈതൊഴുതു. ഈ പക്ഷിയുടെ മേലെ ആരായിരിക്കുന്നത്?
പക്ഷിയുടെ മേലെ ആരായിരിക്കണത്? ഈ ഗരുഡന്റെ മേലെ ആരായിരിക്കണത്? സാക്ഷാൽ വിഷ്ണുവാണ്. അപ്പൊ ഇവിടെ എന്തായിരിക്കും അർത്ഥം? ഈ പക്ഷിയുടെ മേലെ ആരായിരിക്കുന്നത്? ബോധമാണ്. അപ്പൊ പക്ഷി ആ ബോധത്തിൽ നിന്നും വന്ന ചിന്തയാണ്. ആ ചിന്തകൾ പ്രാണനോടുകൂടി ചേർന്ന് ശരീരത്തിലൂടെ പറന്ന് ഉല്ലസിക്കുകയാണ്. അപ്പം ഈ തരത്തിൽ നമുക്ക് ഒരു വലിയ മാറ്റം നമ്മുടെ ഉള്ളിൽ ഉണ്ടാക്കാൻ പറ്റും. അപ്പം മരണം വരെ ഞാൻ ഒരിക്കലും ദുഃഖിച്ചോ വിഷമിച്ചോ ജീവിക്കണ്ട. ദുഃഖവും വിഷമമൊക്കെ വരുന്നത് ആർക്കാണ്? ദുഃഖവും വിഷമമൊക്കെ വരുന്നത് താൻ ഒറ്റയ്ക്കാണ്, തന്നെ നോക്കാൻ ആരുമില്ല, തനിക്ക് ആരും സഹായിക്കാനില്ല എന്ന് പറഞ്ഞാൽ എപ്പോഴും ദീനതയും പരാധീനയും കഷ്ടപ്പാടുകളും ചിന്തിക്കുന്നവർക്കാണ് ഏത് ദുഃഖങ്ങളൊക്കെ ഉള്ളത്. എന്നാൽ നിങ്ങളുടെ മനസ്സിന് നിങ്ങൾക്ക് ലയിപ്പിക്കാനുള്ള കഴിവുണ്ടെങ്കിൽ ഒരു ദുഃഖത്തിനും നിങ്ങളെ പിടികൂടാൻ പറ്റില്ല എന്ന് മാത്രമല്ല, നിങ്ങളാ ഒരു സുഖത്തിൽ അലിഞ്ഞു ചേർന്നിട്ടുണ്ടെങ്കിൽ ഏത് ദുഃഖത്തിലും നിങ്ങൾക്ക് സുഖത്തിലേക്ക് തിരിയാനുള്ളൊരു കഴിവുണ്ടാവും. ഇങ്ങനെ ആത്മപരിവർത്തനം ചെയ്തെടുക്കാൻ തയ്യാറുള്ളവർക്കുള്ളതാണ് ഹരിനാമ ഉപനിഷത്ത്. വെറുതെ വായും പൊളിച്ചു കേട്ടിരിക്കുന്നവർക്കല്ലത്. ആർക്കുള്ളതാണ്? ആത്മപരിവർത്തനം ചെയ്യാൻ തയ്യാറുള്ളവർക്ക് വേണ്ടി എഴുതി വെച്ചതാണ്. അപ്പം രാവിലേക്ക് എണീറ്റ് ഇങ്ങനെ കണ്ണടയ്ക്കുമ്പോൾ ഓം എന്ന് പറയുന്ന സമയത്ത് ആ ഓങ്കാരത്തിലേക്ക് ശ്രദ്ധ തിരിച്ചിരിക്കുന്ന മനസ്സിനെ ലയിപ്പിച്ചുകൊണ്ട് ഉള്ളിലുള്ളൊരു പരമസുഖത്തെ നമ്മളങ്ങനെ ആസ്വദിക്കാൻ പഠിക്കണം. ഇതാണ് ഒരു പരിവർത്തനത്തിൻ്റെ. അപ്പം നോക്കൂ നിങ്ങൾ, ഇതെല്ലാവർക്കും സാധിക്കും ഇല്ലേ? പ്രാണായാമത്തിൽ മനസ്സ് വെച്ച് പ്രണവത്തിൽ മനസ്സ് ലയിപ്പിക്കുമ്പോൾ അത്തരം സന്ദർഭങ്ങളിൽ മനസ്സിനെ അലട്ടുന്നതൊന്നും അവരെ ബാധിക്കില്ല. ഈ ഒരു അവസ്ഥ ഈ ലോകത്തിലുള്ള സകല മനുഷ്യർക്കും വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് വെറുതെ ഇമാജിൻ ചെയ്യുക. വരുമോ വരില്ല എന്നുള്ള വേറെ കാര്യം. ഈ ലോകത്തിലോ പോട്ടെ കേരളത്തിലുള്ള ജനങ്ങൾക്ക് വന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും ഈ നാട്? എങ്ങനെയിരിക്കും ഈ നാട്? ഞാൻ ചോദിക്കട്ടെ, കല്യാണം കഴിഞ്ഞ ചെറുപ്പക്കാരായ ഭാര്യയും ഭർത്താവും രണ്ടുപേരും ശ്വാസം വലിക്കാൻ വേണ്ടി തുടങ്ങിയാൽ, ശ്വാസം വലിക്കുക എന്ന് പറഞ്ഞാൽ തെറ്റായി മനസ്സിലാക്കരുത്, ശ്വാസം വലിപ്പിക്കാനല്ല, ശ്വാസം വലിപ്പിക്കാൻ തുടങ്ങിയല്ല, രണ്ടുപേരും രാവിലെ തന്നെ എണീറ്റ് പ്രാണായാമൊക്കെ ചെയ്തു. മറ്റേ മൂക്കല്ല പിടിക്കുന്ന അവനവൻ്റെ. അങ്ങനെ അവർ പ്രാണായാമൊക്കെ ചെയ്ത് കുറേ പ്രണവമൊക്കെ പരിശീലിച്ച് അങ്ങനെയുള്ളൊരു കുടുംബജീവിതമാണ് നയിക്കുന്നതെങ്കിൽ എങ്ങനെയിരിക്കും ആ കുടുംബജീവിതം? കാരണം അവിടെ ഒരാളെ കുറ്റം പറഞ്ഞ് സമയം കളയില്ല. തൻ്റെ മനസ്സിനെ തനിക്കും സ്വസ്ഥമാക്കാം, മറ്റേ ആളുടെ മനസ്സിനെ മറ്റാൾക്ക് സ്വസ്ഥാക്കാം.